ചുറ്റുപാടും തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ രക്തം പുരണ്ട വെളുത്ത പ്ലാസ്റ്റിക് ഷീറ്റുകളിൽ മൃതദേഹങ്ങൾ കൂട്ടിയിട്ടതിൻ്റെ ഹൃദയം നിശ്ചലമാക്കുന്ന കാഴ്ച. ഇസ്ലാം മത വിശ്വാസികൾ ബദർ ദിനത്തിൻ്റെ സ്മരണകളിലിരിക്കുന്ന ഈ ദിനത്തിൽ ഗസയിൽ നിന്നാണ് ഈ ഒരു കാഴ്ച ഒരു ഇടവേളയ്ക്ക് ശേഷം ഉണ്ടായിരിക്കുന്നത്. വെടിനിർത്തലിൻ്റെ ദിവസങ്ങൾ നീണ്ട ശാന്തതയെ ഏകപക്ഷീയമായി അവസാനിപ്പിച്ച് ഇസ്രായേൽ എന്ന നരാധമക്കൂട്ടം ഗസയിൽ വംശഹത്യ പുനരാരംഭിച്ചിരിക്കുകയാണ്. ഗസയിലുടനീളം നടത്തിയ ബോംബിടലിൽ 300-ലേറെ പേർ കൊല്ലപ്പെട്ടെന്നാണ് ഇതുവരെ പുറത്തുവരുന്ന കണക്ക്. ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഇസ്രായേലിൻ്റെ ബോംബുകൾ ആളുകളുടെ മേൽ വന്ന് പതിച്ചത്. മണിക്കൂറുകൾക്കുള്ളിലാണ് സ്ത്രീകളും കുട്ടികളുമടക്കം ഇത്രയധികം പേർ കൊല്ലപ്പെട്ടത്. മരണസംഖ്യ ഇപ്പോഴും ഉയരുകയാണ്. ഇന്ന് പുലർച്ചെ നടത്തിയ കൂട്ടക്കുരുതിയിലാണ് ഇത്രയധികം മരണം ഉണ്ടായിരിക്കുന്നത്. ഗസയിലുടനീളം നടത്തിയ ബോംബാക്രമണങ്ങളിൽ നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും കുഞ്ഞുങ്ങളാണ് എന്ന് ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അധികൃതർ അറിയിച്ചു. തെക്കൻ ഗസ മുനമ്പിലെ ഖാൻ യൂനിസിൽ മാത്രം 77 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടിൽ പറയുന്നു. വടക്കൻ ഗസ മുനമ്പിൽ 20 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബുറൈജി ക്യാമ്പിന് സമീപത്തുണ്ടായ ഡ്രോൺ ആക്രമണത്തെ ബോംബ് വെക്കാൻ ശ്രമിച്ച ഭീകരരെയാണ് കൊലപ്പെടുത്തിയതെന്നാണ് ഇസ്രായേൽ സേന ന്യായീകരിക്കുന്നത്. എന്നാൽ വെടിനിർത്തൽ നീട്ടുന്നതിനുള്ള ചർച്ചകളിൽ പുരോഗതിയില്ലാത്തതിനാലാണ് ആക്രമണത്തിന് ഉത്തരവിട്ടതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. ഇസ്രായേൽ ഏകപക്ഷീയമായി വെടിനിർത്തൽ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായതെന്ന് ഹമാസ് പ്രതികരിച്ചു. ഗസയിലെ വെടിനിർത്തൽ കരാർ അട്ടിമറിക്കുന്നതിനായി ഉപരോധിക്കപ്പെട്ടതും പ്രതിരോധമില്ലാത്തതുമായ സാധാരണക്കാർക്ക് നേരെ ഇസ്രായേൽ വഞ്ചനാപരമായ ആക്രമണം നടത്തിയതായി ഹമാസ് അറിയിച്ചു. ജനുവരി 19 വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമാണ് പരിശുദ്ധ റമദാൻ മാസത്തിൽ ഏകപക്ഷീയമായി ഇസ്രായേൽ നടത്തിയത്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന സമാധാന ചർച്ച ഫലം കാണാതെ അവസാനിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേലിൻ്റെ ബോംബിംഗ് ഉണ്ടായത്. വടക്കൻ ഗസ, ഗസ സിറ്റി, മധ്യ തെക്കൻ ഗസ മുനമ്പിലെ ദൈർ എൽ ബല, ഖാൻ യൂനിസ്, റഫ എന്നിവയുൾപ്പെടെയുള്ള ഗസയിലെ മിക്കയിടങ്ങളിലും ആക്രമണമുണ്ടായി. ഡസൻ കണക്കിന് ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യവും സ്ഥിരീകരിച്ചു. ഇനിയും ആവശ്യമുള്ളിടത്തോളം കാലം ആക്രമണം തുടരുമെന്നും വ്യോമാക്രമണത്തിനപ്പുറം നീക്കം വ്യാപിപ്പിക്കുമെന്നും ഇവർ വ്യക്തമാക്കി. അതേസമയം ഗസയിൽ ഇന്ധനമോ ഭക്ഷണമോ വെള്ളമോ ഇല്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. വിറക് ശേഖരിച്ചാണ് ഭക്ഷണം പാകം ചെയ്തത്. 2 ആഴ്ചയായി ഗസയിലേക്കുള്ള സഹായ ട്രക്കുകളും മറ്റും ഇസ്രായേൽ തടയുന്നത് മൂലമാണ് ഇത്രയും രൂക്ഷമായ ഭക്ഷ്യപ്രതിസന്ധി ഗസയിലുണ്ടായിരിക്കുന്നത്. 16 ദിവസമായി ഗസയിലേക്ക് ഇസ്രായേൽ ഭക്ഷ്യവസ്തുക്കൾ കയറ്റിവിട്ടിട്ട്. ഇക്കാരണത്താൽ ഗസയിലെ ബേക്കറികൾ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കുന്ന മിക്ക സ്ഥാപനങ്ങളും അടച്ചിട്ട നിലയിലാണ്. വൈദ്യുതി ഇല്ലാത്തതിനാൽ ശുദ്ധജലവും കിട്ടാനില്ല. ഭക്ഷ്യവില വൻതോതിൽ വർദ്ധിക്കുന്നുമുണ്ട്. മിക്ക ജനങ്ങളും അർദ്ധ പട്ടിണിയിലോ ആണ്.